ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ അകത്തെ കുറച്ച് തിയറിയാണ് നോക്കാൻ പോകുന്നത്. ക്യാഷ് പ്ലേസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി എൻറ്റയർ എക്കണോമിക് ലൈഫ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ എക്കണോമിക് ലൈഫിൽ ക്യാഷ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ദ ടേം ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ, ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് അർത്ഥം. ഫണ്ട് കുഡ് ഓൾസോ ബി യൂസ്ഡ് ടു മീൻ ക്യാഷ്. ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്നാണ് അർത്ഥം. ക്യാഷ് ഈസ് എ പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ബട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡസ് നോട്ട് മീൻ ക്യാഷ് ഉള്ളി. ക്യാഷ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലാണ്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ക്യാഷ് എന്ന് മാത്രമല്ല അർത്ഥം. വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്യാഷ് ഒരു പാർട്ടാണെന്നേ ഉള്ളൂ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാഷ് മാത്രമാണ് എന്നർത്ഥമില്ല. Hence, any change in working capital does not necessarily mean change in cash. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ക്യാഷിലുള്ള വ്യത്യാസം കൊണ്ടാണ് ആ ചേഞ്ച് ഉണ്ടായതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ക്യാഷിൽ ചേഞ്ച് ഉണ്ടായാലും വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകും. അതുപോലെ വേറെ ഏത് കറണ്ട് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി വ്യത്യാസപ്പെട്ടാലും വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകും. വാട്ട് ബ്ലഡ് ഈസ് ടു ഹ്യൂമൻ ബോഡി ഈസ് ക്യാഷ് ടു ബിസിനസ് എൻ്റർപ്രൈസ്. മനുഷ്യ ശരീരത്തിന് ബ്ലഡ് എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് എന്ന് പറയുന്നത്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി എക്കണോമിക് ലൈഫ് ഓഫ് എ ബിസിനസ് ഫേം. ഒരു ബിസിനസ് ഫേമിൻ്റെ എക്കണോമിക് ലൈഫിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഈ ക്യാഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷനൊക്കെയാണ് പറയുന്നത്. Cash flow statement is an analytical statement prepared by the management accountant depositing the reasons for changes in cash position from one period to another. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഡെപ്പോസിറ്റിംഗ് ദ റീസൺസ് ഫോർ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ഫ്രം വൺ പീരീഡ് ടു അനദർ. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത് ഒരു പീരീഡിൽ അല്ലെങ്കിൽ വ്യത്യസ്ത കാലയളവുകളിൽ ക്യാഷിൽ അല്ലെങ്കിൽ ക്യാഷ് പൊസിഷനിലുള്ള ചേഞ്ചസിന് കാരണം എന്താണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ദി മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ് പ്ലാൻസ് ഫോർ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലേക്ക് പ്ലാൻസ് അല്ലെങ്കിൽ പദ്ധതികളെ രൂപീകരിക്കുന്നതിൽ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. എ ക്ലോസ് സ്ക്രൂട്ടിനി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദി പീരീഡ് റിവീൽസ് ദ നേച്ചർ ആൻഡ് സോഴ്സസ് ഓഫ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ്. ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാഷിൻ്റെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ അസർട്ടൈനിങ് ഹൗ മച്ച് ക്യാഷ് വിൽ ബി അവൈലബിൾ ടു മീറ്റ് ദ ഒബ്ലിഗേഷൻസ് ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ടു റീപേ ബാങ്ക് ലോൺസ് ആൻഡ് ടു പേ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഒരു പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ്. എൻഡിൽ തയ്യാറാക്കുന്നതല്ല, ആരംഭത്തിൽ തയ്യാറാക്കുന്ന ഇയർ ആരംഭത്തിൽ തയ്യാറാക്കുന്നതാണ് പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹൗ മച്ച് ക്യാഷ് വിൽ ബി അവൈലബിൾ ടു മീറ്റ് ഒബ്ലിഗേഷൻസ് ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ്, അതായത് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനായിട്ട് എന്തുമാത്രം ക്യാഷ് അവൈലബിൾ ആയിരിക്കും, അതുപോലെ ബാങ്ക് ലോണൊക്കെ റീപേ ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. Cash flow statement is defined as a summary of actual or anticipated incomings and outgoings of cash and cash equivalents in a firm over an accounting period by making the analysis down to operating, investing and ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അതായത് മൊത്തം ക്യാഷ് ഫ്ലോസിനെ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിങ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടാണ് മൊത്തം ക്യാഷ് ഫ്ലോ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഒരു പീരീഡിൽ, ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒരു ഫേമിൻ്റെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസിലുള്ള ഇൻകമിങ്സ് എത്രയാണ്, അതായത് ഇങ്ങോട്ട് നമുക്ക് എത്രമാത്രം കിട്ടുന്നു, അതുപോലെ ഔട്ട് ഗോയിങ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
യൂസസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, നീഡ്, പർപ്പസ്, സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നെല്ലാം ചോദിച്ചാൽ ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, മെഷർമെൻറ്റ് ഓഫ് ക്യാഷ്. With the help of cash flow statement, inflows and outflows of cash from operating, investing and financing activities can be measured annually. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ക്യാഷിൻ്റെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നും എത്ര ഇൻഫ്ലോ ഉണ്ട് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഉണ്ട്, ഇൻവെസ്റ്റിങ്ങിൽ എത്രയുണ്ട്, ഫിനാൻസിങ്ങിൽ എത്രയുണ്ട്, ഇങ്ങനെ വേർതിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. Development of sound financial policies. It facilitates to develop sound financial policies as cash flow statement helps to evaluate current cash position and expected cash position at a future date. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കറണ്ട് ക്യാഷ് പൊസിഷനും അതുപോലെ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്യാഷ് പൊസിഷനും അറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ സൗണ്ട് ഫിനാൻഷ്യൽ പോളിസി, അതായത് ഒരു സാമ്പത്തിക നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അനാലിസിസ് ഓഫ് റീപേയിങ് കപ്പാസിറ്റി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ലോൺ ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് റീപേയിങ് കപ്പാസിറ്റി ഓഫ് ദി ഫേം ക്യാൻ ബി അസർട്ടൻഡ് ബൈ ദി ലെൻഡർ ബൈ ഗോയിങ് ത്രൂ ദി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കുകളെയും അതുപോലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയും സംബന്ധിച്ചിടത്തോളം റീപേയിങ് കപ്പാസിറ്റി, ഫേമിൻ്റെ റീപേയിങ് കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നതിലൂടെ അവർക്ക് ലോണുകൾ കൊടുത്താൽ അത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബാങ്കുകളൊക്കെ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഡോക്യുമെൻ്റായിട്ട് ആവശ്യപ്പെടാറുണ്ട് ലോണൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ അവരുടെ ക്യാഷ് പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് റീപേയിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റഡിയിങ് പാസ്റ്റ് ബിഹേവിയർ. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് in understanding the past behavior of cash cycle and in controlling uses of cash in future. അപ്പം it helps the management in understanding past behavior of cash. അതായത് ക്യാഷിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ക്യാഷിൻ്റെ പൊസിഷൻ എന്തായിരുന്നു എന്നും അത് വെച്ചുകൊണ്ട് ഫ്യൂച്ചറിലെ ക്യാഷിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യുന്നതിലും സഹായിക്കുന്നുണ്ട്. സ്റ്റഡിയിങ് ഫാക്ടേഴ്സ് റെഡ്യൂസിങ് ക്യാഷ് ബാലൻസ്. It throws light on the factors contributing to the reduction of cash balance in spite of increase in income or vice versa. അതായത് it throws light on the factors contributing reduction in cash balance. അപ്പോൾ ക്യാഷ് ബാലൻസ് കുറഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? ഇൻ സ്പൈറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം, അതായത് ഇൻകം കൂടുതലാകുമ്പോഴും ക്യാഷ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് കുറഞ്ഞു പോകാൻ കാരണം എന്ത്? അതുപോലെ ഇൻകം കുറഞ്ഞ് നിൽക്കുമ്പം ക്യാഷ് ബാലൻസ് കൂടാനുള്ള കാരണം എന്ത്? ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. കൺട്രോളിങ് ക്യാഷ് എക്സ്പെൻഡിച്ചർ. എ കമ്പാരിസൺ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ബഡ്ജറ്റഡ് ഫോർകാസ്റ്റ് ഓഫ് ക്യാഷ് ഫോർ ദ സെയിം പീരീഡ് ഹെൽപ്സ് ടു കൺട്രോൾ ദ ക്യാഷ് എക്സ്പെൻഡിച്ചർ. അതായത് ഒരു പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ക്യാഷ് പൊസിഷനും അതുപോലെ പ്രൊജക്റ്റഡ് ക്യാഷ് പൊസിഷനും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ക്യാഷ് എക്സ്പെൻഡിച്ചറൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അസസിങ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി പൊസിഷൻ. ബോത്ത് ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ക്യാൻ ബി നോൺ and as such liquidity and solvency position of a firm can be maintained as timing and certainty of cash generation is known. അപ്പോൾ ഇൻഫ്ലോസും ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൻ്റെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് അറിയാൻ സാധിക്കുന്നതിലൂടെ ലിക്വിഡിറ്റി പൊസിഷനും ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനും സോൾവൻസി പൊസിഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. Evaluating future cash flow. Cash flow statement helps to evaluate whether the cash flows from operating activities are quite sufficient in future to meet various payments. അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വഴി ലഭിക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ പേയ്മെൻ്റൊക്കെ മീറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ബാധ്യതകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് ബാലൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്.
supplying necessary information to the users. Cash flow statement supplies various information relating to inflows and outflows of cash to the users of accounting information. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്കത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആർക്കാണോ ലഭ്യമാകേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Limitations of cash flow statement. Does not deposit true cash liquidity. Cash flow statement only reveals the inflow and outflow of cash. ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും മാത്രമേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ വ്യക്തമാകുന്നുള്ളൂ. The cash balance disclosed by the statement may not deposit the true ക്യാഷ് ലിക്വിഡിറ്റി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ലഭിക്കുന്ന ആ ക്യാഷ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ക്യാഷ് പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു ക്യാഷ് പൊസിഷൻ ആകണമെന്ന് നിർബന്ധമില്ല. ഡസ് നോട്ട് റിവീൽ നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം വെളിവാക്കുന്നില്ല. എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ഇക്വേറ്റഡ് വിത്ത് ദി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരിക്കലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് തുല്യപ്പെടുത്താൻ സാധിക്കത്തില്ല. ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ബോത്ത് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഐറ്റം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ ക്യാഷ് ആൻഡ് ബോത്ത് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ് എടുക്കുന്നുണ്ട്. ഹെൻസ് ക്യാഷ് ഫണ്ട് ഡസ് നോട്ട് മീൻ ദ നെറ്റ് ഇൻകം ഓഫ് ദി ബിസിനസ്. അപ്പം നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ലഭിക്കുന്ന ക്യാഷ് ഫണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ബിസിനസ്സിൻ്റെ നെറ്റ് ഇൻകം ആയിരിക്കത്തില്ല. ഡസ് നോട്ട് പ്രസൻറ്റ് എ കംപ്ലീറ്റ് പിക്ചർ. വർക്കിംഗ് ക്യാപിറ്റൽ ബീയിങ് എ വൈഡർ കൺസെപ്റ്റ് ഓഫ് ഫണ്ട്. എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻസ് മോർ കംപ്ലീറ്റ് പിക്ചർ ദാൻ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഫണ്ട് എന്ന കൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ബീയിങ് എ വൈഡർ കൺസെപ്റ്റ് ഓഫ് ഫണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ് ഫണ്ടിൻ്റെ വൈഡർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെക്കാട്ടിലും കൃത്യമായിട്ടുള്ള ഒരു ക്യാഷ് പൊസിഷൻ മനസ്സിലാക്കി തരുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈസി ഇൻഫ്ലുവൻസ് ഓൺ ക്യാഷ് ബാലൻസ്. ക്യാഷ് ബാലൻസിനെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ദ ക്യാഷ് ബാലൻസ് ഈസ് ടു ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പോസ്റ്റ്പോണിങ് പർച്ചേസസ് ആൻഡ് അതർ പേയ്മെൻറ്റ്സ്. പർച്ചേസസും അതുപോലെ മറ്റ് പേയ്മെൻറ്റുകളുമൊക്കെ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് ക്യാഷ് ബാലൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാഷ് ബാലൻസ് ഈസി ആയിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ കാണിക്കാൻ സാധിക്കും. പേയ്മെൻറ്റുകളൊക്കെ മാറ്റിവെക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് ക്യാഷ് ബാലൻസ് കൂട്ടി കാണിക്കാനായിട്ട് സാധിക്കും. നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി കോസസ് ദാറ്റ് ലീഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് പകരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗീവ്സ് മിസ്ലീഡിംഗ് റിസൾട്ട്. എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫൻ ഗീവ് ഓൺലി മിസ്ലീഡിംഗ് റിസൾട്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയാൽ മിക്കവാറും അത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും നൽകുക. The differences between fund flow statement and cash flow statement. അതിൻ്റെ മീനിങ് വെച്ചിട്ടുള്ള ഡിഫറൻസ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. The fund flow statement is a statement which shows the movement of fund between two balance sheet date. അപ്പോൾ രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ ഫണ്ടിൻ്റെ മൂവ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഫണ്ടിൻ്റെ മൂവ്മെൻറ്റിനെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഡെപ്പോസിറ്റിംഗ് ദ റീസൺസ് ഫോർ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ഫ്രം വൺ പീരീഡ് ടു അനദർ. അപ്പോൾ രണ്ട് കാലയളവിൽ ക്യാഷ് പൊസിഷനിലുണ്ടാകുന്ന ചേഞ്ചസിന് കാരണം എന്താണെന്ന് കാണിക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പർപ്പസ് ഇറ്റ് ഷോസ് കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിലുള്ള ചേഞ്ചസിനെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഷോസ് ദ കോസസ് ഫോർ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ. ക്യാഷ് പൊസിഷനിലുള്ള ചേഞ്ചസിനെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സ്കോപ്പ് ഇറ്റ് ഡീൽസ് വിത്ത് ഓൾ കമ്പോണൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡിംഗ് ക്യാഷ്. ക്യാഷ് ഉൾപ്പെടെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കമ്പോണൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാഷ് ഉൾപ്പെടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന
എല്ലാ കമ്പോണൻസും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡീൽസ് ഒൺലി വിത്ത് ക്യാഷ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷുമായി ബന്ധപ്പെട്ട മാത്രം ഐറ്റംസേ കാണിക്കുന്നുള്ളൂ. പീരീഡ് ഓഫ് ഫിനാൻസിങ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ലോങ് ടേം ഫിനാൻസിങ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ലോങ് ടേം ഫിനാൻസിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം ഫിനാൻസിങ്. ഷോർട്ട് ടേം ഫിനാൻസിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മെഷർമെൻറ്റ്. ഇറ്റ് മെഷേഴ്സ് സോൾവൻസി. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സോൾവൻസി മെഷർ ചെയ്യാനുള്ളതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ലിക്വിഡിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ളതാണ്. മ്യൂച്വൽ ഇഫക്റ്റ്. സൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ മേ നോട്ട് നെസസറിലി മീൻ സൗണ്ട് ക്യാഷ് പൊസിഷൻ. ഇപ്പോൾ വളരെ സൗണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ളൊരു വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഉണ്ട് എന്നതുകൊണ്ട് അതിൻ്റെ ക്യാഷ് പൊസിഷനും വളരെ പ്രോപ്പറായിട്ടുള്ള ക്യാഷ് പൊസിഷനാണെന്ന് അർത്ഥമില്ല. അപ്പം വർക്കിംഗ് ക്യാപിറ്റലില്ലാത്ത ഒരു കമ്പോണൻറ്റ് മാത്രമാണ് ക്യാഷ്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ക്യാഷും ഉണ്ടെന്നല്ല അർത്ഥം. ക്യാഷ് ബീയിങ് എ പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻക്രീസ് ഇൻ ക്യാഷ് ലീഡ്സ് ടു ഇംപ്രൂവ്മെൻറ്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് ക്യാഷ് എന്നുള്ളത് കൊണ്ട് ക്യാഷിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വർക്കിംഗ് ക്യാപിറ്റലിനെയും ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ടെക്നിക്സ് ഓഫ് പ്രിപ്പറേഷൻ. ആൻ ഇൻക്രീസ് ഇൻ എ കറണ്ട് ലയബിലിറ്റി ഓർ ഡിക്രീസ് ഇൻ എ കറണ്ട് അസറ്റ് റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വൈസ് വെർസ. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ അർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തു എന്നാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. നേരെ തിരിച്ച് കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. An increase in a current liability or decrease in a current asset will result increase in cash and vice versa. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ കറണ്ട് അസറ്റിൽ ഡിക്രീസ് ഉണ്ടാവുകയോ ചെയ്താൽ ക്യാഷിൻ്റെ അകത്താണ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാവുന്നത്. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിലാണ് കറണ്ട് അസറ്റിലോ കറണ്ട് ലയബിലിറ്റിയിലുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് കാരണം വർക്കിംഗ് ക്യാപിറ്റലിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഇവിടെ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റിയിൽ ഇൻക്രീസ് ഡിക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്യാഷ് പൊസിഷനെയാണ് ബാധിക്കുക. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനെ ബാധിക്കുന്നു, ഇവിടെ ക്യാഷ് പൊസിഷനെ ബാധിക്കുന്നു. ഫോർമാറ്റ്. നോ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേക ഫോർമാറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3ൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ആർ ഇൻക്ലൂഡഡ് ഇൻ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കറണ്ട് അസറ്റും എല്ലാ കറണ്ട് ലയബിലിറ്റിയും നമ്മൾ ഷെഡ്യൂളിലാണ് എടുക്കുക ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് സച്ചസ് ചെക്ക്, ഡ്രാഫ്റ്റോ അങ്ങനെ ക്യാഷും ക്യാഷ് ഇക്വിവലൻസും എല്ലാം അറ്റ് ദി ബിഗിനിങ് ആൻഡ് എൻഡ് ആർ ഓൾസോ ട്രീറ്റഡ് ആസ് ക്യാഷ്. ഇത് നമുക്കറിയാം. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനമാണ് ഓപ്പണിങ്ങിലെ ക്യാഷ് എഴുതി ആഡ് ചെയ്യുകയോ ലിസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസിൻ്റെ കൂടെ ഓപ്പണിങ്ങിലെ ക്യാഷ് എഴുതി ആഡ് ചെയ്യുകയോ ലിസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിങ്ങിലെ ക്യാഷ് കിട്ടും. അവിടെയാണ് നമ്മൾ ഈ ക്യാഷ് ബാലൻസ് എടുക്കുക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ നമ്മൾ ഷെഡ്യൂളിൻ്റെ അകത്ത് എല്ലാ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും എടുക്കും. ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. Cash flow statement is prepared in the form of a report. Cash flow statement ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിലാണ് തയ്യാറാക്കുന്നത്. It is a secondary statement as it is made with the help of figures available in the balance sheet of previous years and current years, profit and loss account of the current year and additional information. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ പറയാൻ കാരണം ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെയോ കറണ്ട് ഇയറിലെയോ ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ്റെയും ഒക്കെ സഹായത്തോടെയാണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു സെക്കൻഡറി സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 അനുസരിച്ചിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്.
അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ should reveal distinctly the cash flows from operating activity, investing activity, financing activity. അതായത് മൊത്തം ക്യാഷ് ഫ്ലോയെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി എന്നിങ്ങനെ തിരിച്ചിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. The total cash flows from these 3 activities will be net increase or decrease in cash and cash equivalents during the period. അപ്പോൾ ഈ 3 ഹെഡുകളുടെയും കൂടെ ടോട്ടൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിരിക്കാം. വെൻ ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഈസ് ആഡഡ് ടു നെറ്റ് ഇൻക്രീസ്. അപ്പം നമുക്കിവിടെ കിട്ടുന്ന ആ 3 ഹെഡിൻ്റെയും കൂടെ ടോട്ടൽ ഒന്നെങ്കിൽ അത് നെറ്റ് ഇൻക്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റ് ഡിക്രീസ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഓപ്പണിങ്ങിലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ദ ടോട്ടൽ വിൽ ബി ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ക്ലോസിങ്ങിലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം എടുത്ത് നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മൊത്തം ആക്ടിവിറ്റിയെ ഇങ്ങനെ 3 ആയിട്ട് തിരിച്ചാണ് ഇത്. ഈ തിയറി വെച്ച് പഠിക്കണം. ഇത് എക്സാമിനൊക്കെ ജനറൽ എസ്ഐക്കൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ദി പ്രിൻസിപ്പൽ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന, വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് എക്സാമ്പിളാണ് ക്യാഷ് റിസീപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് റെൻഡറിങ് ഓഫ് സർവീസസ്, ക്യാഷ് റിസീപ്റ്റ്സ് ഫ്രം റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻ ആൻഡ് അതർ റവന്യൂ, ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇതേപോലെ തന്നെ കാണാതെ പഠിച്ചു വെക്കുക. ക്യാഷ് പേയ്മെൻറ്റ്സ് ടു ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയീസ്, ക്യാഷ് പേയ്മെൻറ്റ് ടു, ഈ തന്നിരിക്കുന്ന എക്സാമ്പിളെല്ലാം അതുപോലെ തന്നെ കാണാതെ പഠിച്ചു വെക്കുക. അത് തിയറി എഴുതാനായിട്ട് ചോദിക്കും. അതുപോലെ കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അപ്പം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് 3 ഹെഡായിട്ട് തിരിച്ചാന്ന് പറഞ്ഞു. കാൽക്കുലേഷൻ അത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട്, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട്, ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ഉണ്ട്. നമ്മളത് ഓരോ ഹെഡായിട്ട് അപ്പുറത്ത് പേജുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇതെല്ലാം നമ്മൾ ചെയ്തു വെച്ചതാണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും ഉണ്ട്. ആ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ള വ്യത്യാസം വരുന്നത് ഈ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നിടത്ത് മാത്രമാണ്. ബാക്കി 2 ഹെഡിനും 2 മെത്തേഡിലും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അണ്ടർ ദിസ് മെത്തേഡ് നെറ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഗ്രോസ് റിസീപ്റ്റ്സ് ഓൺ ഡിഫറൻറ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് പേയ്മെൻറ്റ്സ് എഫക്റ്റഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നെറ്റ് ക്യാഷ് ഫ്രോം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഗ്രോസ് റിസീപ്റ്റ് ഓൺ ഡിഫറൻറ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ മൊത്തം റെസിപ്റ്റുകൾ നമ്മൾ എടുക്കുന്നു, അതുപോലെ പേയ്മെൻറ്റ് ആ ഒരു പീരീഡിലെ മൊത്തം പേയ്മെൻറ്റും നമ്മൾ കാണിക്കുന്നു. അപ്പോൾ റെസിപ്റ്റിൻ്റെ അകത്തുനിന്ന് പേയ്മെൻറ്റുകളെല്ലാം ലെസ് ചെയ്ത് കാണിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഡയറക്റ്റ് മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത്. അതാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നത് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്ത് പഠിച്ചതാണ്. ഡയറക്റ്റ് മെത്തേഡാണ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അതിൻ്റെ അകത്ത് ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതായത് ക്യാഷ് സെയിൽസിലെല്ലാം എഴുതുന്നു. ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്, റെസിപ്റ്റുകളെല്ലാം എഴുതുന്നു. പിന്നെ ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്, അതായത് പേയ്മെൻറ്റുകളാണ്. ക്യാഷ് പർച്ചേസ് ചെയ്തെത്തിയ പേയ്മെൻ്റ് ആണ്. അതുപോലെ ക്രെഡിറ്റേഴ്സിനൊക്കെ കൊടുക്കുന്നത് പേയ്മെൻ്റ് ആണ്. അതാണ് ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. പർച്ചേസ് നടത്തിയതിൻ്റെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നതൊക്കെ ആകാം, അത് പേയ്മെൻ്റ് ആയതുകൊണ്ട് ലെസ് ചെയ്യണം. ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസ് പേയ്മെൻ്റ് ആണ്, ലെസ് ചെയ്യണം. ക്യാഷ് പെയ്ഡ് ഫോർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പേയ്മെൻ്റ് ആണ്, ലെസ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ക്യാഷ് ഫ്ലോസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കിട്ടും. ഇനി എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ചിലത് ആഡ് ചെയ്യാനായിരിക്കും, ചിലത് ഇങ്ങോട്ട് കിട്ടുന്നതാണെങ്കിൽ ആഡ് ചെയ്യാനുള്ളതായിരിക്കും, നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ ലെസ് ചെയ്യാനുള്ളതായിരിക്കും. അതാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് ക്യാഷ് ഫ്രോം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടുന്നത്. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിൽ തയ്യാറാക്കുകയാണെങ്കിൽ
അണ്ടർ ഇത് നമ്മൾ ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇവിടെ അതിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡിൽ. ആദ്യം നമ്മൾ ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എഴുതും, നെറ്റ് പ്രോഫിറ്റ്. എന്നിട്ട് നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യും, ഇൻകം എല്ലാം നമ്മൾ ലെസ് ചെയ്യും. അതായത് ആഡ് ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അമോർട്ടൈസേഷൻ ഓഫ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ്, അതായത് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ പ്രോഫിറ്റ് എല്ലാം നമ്മൾ ലെസ് ചെയ്യും. കണ്ടോ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, അതുപോലെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടുന്നു. പിന്നെ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മളത് ലെസ് ചെയ്യും, കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്താൽ നമ്മളത് ആഡ് ചെയ്യും. അതുപോലെ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ആഡ് ചെയ്യും, ഡിക്രീസ് ചെയ്താൽ ലെസ് ചെയ്യും. എന്നിട്ട് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടുന്നു, ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടും. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുമ്പത്തെ പോലെ ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ലോസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ തുടങ്ങുന്നത്, അതായത് ഇവിടെ എഴുതാനുള്ള പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് അത് എഴുതുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ലെസ് ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ നമുക്ക് കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് കിട്ടും. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് മാക്സിമം വരാവുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സ്, ഡിവിഡൻറ്റ്, അത് ഇൻ്ററിം ഡിവിഡൻറ്റ് ഉൾപ്പെടെയുള്ള ഡിവിഡൻറ്റ്, ട്രാൻസ്ഫർ ടു റിസർവ്, ഇത്രയൊക്കെ പ്രോബ്ലത്തിൽ വരത്തുള്ളൂ. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഡെബിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്തതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. പിന്നെ ക്രെഡിറ്റ് ചെയ്ത എന്തെങ്കിലും റെസിപ്റ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കിട്ടും. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അടുത്ത തിയറി ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. രണ്ടാമത്തെ ഹെഡാണ് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് ആർ ദി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അതായത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്താൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. പർച്ചേസ് ചെയ്താൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഔട്ട്ഫ്ലോ ആണ്, സെയിൽ ചെയ്താൽ ഇൻഫ്ലോ ആണ്. അതുപോലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസിൽ ഉൾപ്പെടാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പർച്ചേസ് സെയിലും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്ത് വരും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തത്, അതുപോലെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത്, അതുപോലെ ഡിവിഡൻഡ് റിസീവ്ഡ്, ഇത്രയുമാണ് മാക്സിമം ഈ ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്ത് വരുന്നത്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഇത് അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പർച്ചേസ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പിന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോണിൻ്റെ, ഡിബഞ്ചറിൻ്റെ, അതുപോലെ ഡിവിഡൻഡ് റിസീവ്ഡ്. പിന്നെ ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിക്കകത്ത് വരുന്നത് ഷെയർ, ഡിബഞ്ചർ, ലോണ്, ഇതൊക്കെയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റിക്കകത്ത് വരുന്നത്. ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് റിവീൽ അഡീഷണൽ റിസോഴ്സസ് പ്രൊവൈഡഡ് ബൈ ദി ഓണേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ ഓണേഴ്സും ഔട്ട്സൈഡേഴ്സും കൂടെ, ഫേമിൽ നിന്ന് ഓണേഴ്സും ഔട്ട്സൈഡേഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ്, അഡീഷണൽ റിസോഴ്സസ് ആണ് ഈ ഫിനാൻസിങ് ആക്ടിവിറ്റിക്കകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് വരാവുന്നത് റിഡംഷൻ ഓഫ് ഷെയർസ്, റീപേയ്മെൻറ്റ് ഓഫ് ലോണ്. ദീസ് ആക്ടിവിറ്റീസ് റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ ദി സൈസ് ആൻഡ് കമ്പാരിസൺ ഓഫ് ഓണേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഫിനാൻസിങ് ആക്ടിവിറ്റിക്കകത്ത് വരാവുന്നത് ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ഇൻക്ലൂഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോറോവിങ്സ്, ഡിവിഡൻറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്, ഇതൊക്കെ അതിൻ്റെ അകത്ത് വരാവുന്ന എക്സാമ്പിൾ. അതായത് ഇഷ്യൂ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്താൽ അത് ഇൻഫ്ലോ ആണ്. അതുപോലെ റിഡംഷൻ നടത്തിയാൽ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ തന്നെ ഔട്ട്ഫ്ലോ ആണ്. ക്യാഷ് പേയ്മെൻറ്റ് ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഷെയർസ്, പിന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഇൻഫ്ലോ ആണ്. ഡിബഞ്ചർ റിഡംഷൻ നടത്തുമ്പോൾ ഔട്ട്ഫ്ലോ ആണ്. പിന്നെ ലോൺ എടുക്കുമ്പം ഇൻഫ്ലോ ആണ്, തിരിച്ചു കൊടുക്കുമ്പം ഔട്ട്ഫ്ലോ ആണ്. പിന്നെ ക്യാഷ് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, അതുപോലെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, ഇതെല്ലാം ഫിനാൻസിങ് ആക്ടിവിറ്റിക്കകത്ത് വരുന്നതാണ്.